Good evening, this is your captain speaking. दिल्ली तक का सफर हम 1,055 मिनट में पूरा करेंगे। So enjoy the flight. ജൂൺ 12 ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് എയർപോർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 1:40 യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുമായി ലണ്ടനിലേക്ക് AI-171 വിമാനം പറന്നുയർന്നു. മലയാളിയായ രഞ്ജിത ഉൾപ്പെടെ 169 ഇന്ത്യക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. മറ്റ് യാത്രക്കാരാകട്ടെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. പക്ഷേ ആ യാത്ര വിമാനത്തിൻ്റെയും യാത്രക്കാരുടെയും അവസാനത്തേതായിരിക്കുമെന്ന് ആരും അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കാരണം എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് തീപിടിച്ച നിമിഷങ്ങളായിരുന്നു അവരെ കാത്തുനിന്നിരുന്നത്. വിമാനം പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ 60 സെക്കൻഡിനുള്ളിലെന്നും പറയുന്നു വിമാനം തകർന്നു വീണു. എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രമായ മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറുകയും കത്തി നശിക്കുകയുമായിരുന്നു. മുപ്പത് വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അത്. 37 വർഷങ്ങൾക്കിടയിൽ അഹമ്മദാബാദ് രണ്ടാം തവണയാണ് വിമാന അപകടത്തിന് സാക്ഷിയായത്. ഒക്ടോബർ 19 അഹമ്മദാബാദിലെ ആദ്യ വിമാന അപകടം. അന്ന് 164 പേരാണ് മരണമടഞ്ഞത്. ഈ പ്രോഗ്രാം തയ്യാറാക്കുന്നത് വരെ ജൂൺ 12 അപകടത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം 294. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ 80. കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാതെ പോയ മൃതദേഹങ്ങളുടെ DNA പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ സാധാരണയായി വിമാനത്തിലുള്ളവർ മാത്രമാണ് മരണമടയുന്നത്. എന്നാൽ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സംഭവിച്ചത് അതല്ല. വിമാനം സമീപത്തെ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയതുകൊണ്ട് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 10ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളും അതിനു പുറമെ പ്രദേശവാസികളായ 24 പേരും ഈ അപകടത്തിന്റെ ഇരകളായി. ഗുജറാത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രി. വിമാനത്താവളത്തിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് അവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയവരാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. കണ്ണു നിറയ്ക്കുകയും മനസ്സു മടിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ.
650 അടി ഉയരത്തിൽ വിമാനം എത്തിയപ്പോഴായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ആദ്യ അപായ സന്ദേശം എത്തിയത്. മറുപടിയോ പ്രതികരണമോ ഉണ്ടാകുന്നതിന് മുമ്പ് അടുത്ത നിമിഷം അത് സംഭവിക്കുകയായിരുന്നു. വിമാനം താഴേക്ക് പതിച്ചു, പൊട്ടിത്തെറിച്ചു. വിമാനത്തിന് 650 അടിക്ക് മുകളിലേക്ക് ഉയരാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. വിമാനത്തിന്റെ പൂർണ്ണ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ ഈ ഡിസംബറിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നും വിശദ പരിശോധന അതിനു മുമ്പ് നടന്നത് 2023-ലാണെന്നും റിപ്പോർട്ടുണ്ട്. 12 വർഷത്തോളം പഴക്കമുണ്ട് വിമാനത്തിന്. വിമാനത്തിന്റെ വലതുഭാഗത്തെ എഞ്ചിൻ കഴിഞ്ഞ മാർച്ചിലും ഇടതുഭാഗത്തെ എഞ്ചിൻ കഴിഞ്ഞ ഏപ്രിലിലും അഴിച്ച് കേടുപാടുകൾ നടത്തിയവയായിരുന്നു. ദിനം പ്രതി റോഡ് അപകടങ്ങളുടെ വാർത്തകൾ വർദ്ധിച്ച തോതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ താരതമ്യേന കുറവ് മാത്രമാണ് വിമാനാപകടങ്ങൾ. പക്ഷേ റോഡ് അപകടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടാവാം. രക്ഷപ്പെടാനുള്ള ചില സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടാകാം. പക്ഷേ ആകാശ ദുരന്തങ്ങളിൽ അങ്ങനെയൊന്ന് പലപ്പോഴും അസാധ്യമാണ്. എങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി ചിലർ വിമാന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഒരാളാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായിരുന്നു 40-കാരനായ ഇദ്ദേഹം. 650 അടി ഉയരത്തിൽ നിന്ന് കെട്ടിടത്തിലേക്ക് അമ്പുപോലെ തുളഞ്ഞു കയറി കത്തിത്തീർന്ന വിമാനത്തിൽ നിന്ന് ഇയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? ദൈവത്തിന്റെ അദൃശ്യമായ കരം അയാളെ താങ്ങുകയായിരുന്നു. വരും ലോകത്തിന് എന്തെങ്കിലും സന്ദേശം നൽകാനായി ദൈവം അയാളെ മാറ്റി നിർത്തുകയായിരുന്നു. നമുക്കൊന്നും അറിയില്ല. 11A നമ്പർ സീറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. കണ്ണിനും കാലിനും മാത്രമേ ഇയാൾക്ക് പരിക്കേറ്റിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ടാണ് വിശ്വാസ് കുമാറിനെ മാധ്യമ ലോകം കാണുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിലെ ഭാഗ്യ സീറ്റ് നമ്പറായി 11A മാറുമോ എന്നും ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ 171-ന്റെ ക്യാപ്റ്റൻ സുമിത് സബർവാളും മലയാളി നേഴ്സ് രഞ്ജിതയുമൊക്കെ ഈ അപകടത്തിന്റെ കണ്ണു നനയ്ക്കുന്ന ചില ഓർമ്മകളാണ്. ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് 82 വയസ്സുകാരനായ അച്ഛനെ ഫോൺ ചെയ്ത ക്യാപ്റ്റൻ സുമിത് ഏതാനും നിമിഷങ്ങൾക്കകം കത്തിയമരുകയായിരുന്നു. അച്ഛനെ ശുശ്രൂഷിക്കാനായി ജോലി രാജിവെക്കാൻ തയ്യാറായിരുന്ന അച്ഛനു വേണ്ടി സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച മാന്യനും സൗമ്യനുമായ വ്യക്തിയായിരുന്നു അദ്ദേഹം. മക്കളെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും കണ്ട് വെറും 4 ദിവസത്തെ അവധിക്കു ശേഷം ലണ്ടനിലേക്ക് മടങ്ങിപ്പോയതായിരുന്നു രഞ്ജിത. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് രൂപാണി. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിമാനാപകടത്തിൽ മരിക്കുന്നത് ഇത് രണ്ടാമതാണ്. 1965-ൽ ബാൽവാൻ ട്രായ് മേത്തയാണ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ ആദ്യ മുൻ മുഖ്യമന്ത്രി. ഇങ്ങനെ എടുത്തു പറയാൻ ഓരോരുത്തർക്കും എത്രയെത്ര കഥകൾ, ജീവിതങ്ങൾ, നൊടിയിടയിൽ എല്ലാ സ്വപ്നങ്ങളും അപഹരിക്കപ്പെട്ടവർ. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കം വിട്ടൊഴിയാതിരിക്കുമ്പോഴും ഏതോ പ്രവചനം എന്നതുപോലെ ഇത്തരമൊരു സംഭവത്തെ ആവിഷ്കരിച്ചുകൊണ്ട് അന്നേ ദിവസം അഹമ്മദാബാദിൽ നിന്ന് തന്നെ പുറത്തിറക്കിയ ഒരു പത്രപരസ്യം ആരെയും ഞെട്ടിക്കുന്നതാണ്. എയർ ഇന്ത്യയുടെ വിമാനം കെട്ടിടം തുളച്ചു കയറുന്ന ഒരു പത്രപരസ്യത്തിന്റെ കാര്യമാണ്. ഈ പരസ്യം പ്രസിദ്ധീകരിച്ചത് അഹമ്മദാബാദിലെ പ്രമുഖ പത്രങ്ങളിലൊന്നായ മിഡ് ഡേ ആണ്. പരസ്യം രാവിലെ അച്ചടിച്ചു വന്നുവെങ്കിൽ ഉച്ചയ്ക്കാണ് സമാനമായ വിധത്തിലുള്ള സംഭവം അഹമ്മദാബാദിൽ തന്നെ സംഭവിച്ചത്. കിഡ്സാനിയയുടെ ഈ പരസ്യത്തിലൂടെ അവർ ലക്ഷ്യമാക്കിയത് ക്യാബിൻ ക്രൂവും പൈലറ്റുമാരുമായി ജോലി ചെയ്ത് എങ്ങനെ ഒരു മികച്ച കരിയർ സ്വന്തമാക്കാം എന്നത് മാത്രമായിരുന്നു. ആ പത്രം ആളുകളുടെ കയ്യിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് പരസ്യത്തിൽ പറയുന്നത് പോലെ എയർ ഇന്ത്യയുടെ വിമാനം കെട്ടിടം തുളച്ചു കയറിയത്. അറം പറ്റുക എന്നേ പരസ്യത്തെയും സംഭവത്തെയും നമുക്ക് വിശേഷിപ്പിക്കാനാവും. സോഷ്യൽ മീഡിയയും ആധുനിക സാങ്കേതിക വിദ്യകളും വ്യാപകവും പുരോഗമനവുമാകുമ്പോഴേക്കും അതിൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന വ്യാജ വാർത്തകൾക്കും ചിത്രീകരണങ്ങൾക്കും കയ്യും കണക്കുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനും അഹമ്മദാബാദ് വിമാനാപകടം വഴിയൊരുക്കി. ദുരന്തങ്ങളുടെ ഞെട്ടലിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ വിമാനം തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ വ്യാജ വീഡിയോകളും ദൃശ്യങ്ങളുമാണ് പരന്നത്. അത്തരം ചില വ്യാജ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ഇനി കടന്നു പോകാം.
വിമാനാപകടത്തിന് തൊട്ടു മുമ്പ് പകർത്തിയ ഫേസ്ബുക്ക് ലൈവ് വീഡിയോയാണ് അതിലൊന്ന്. യഥാർത്ഥത്തിൽ 2023 ജനുവരി 15 കാഠ്മണ്ഡുവിൽ നിന്ന് നേപ്പാളിലെ പൊഖാറയിലേക്ക് പോകുകയായിരുന്ന യതി എയർലൈൻസ് ഫ്ലൈറ്റ് 691 തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങളാണ് അഹമ്മദാബാദ് അപകടത്തിൻ്റെതെന്ന പേരിൽ പ്രചരിച്ചത്. ഉത്തർപ്രദേശ് സ്വദേശിയായ സോനു ജയ്സ്വാൾ എന്ന വ്യക്തിയാണ് അപകടത്തിന് തൊട്ടുമുമ്പ് ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിംഗ് നടത്തിയത്. ഈ ദൃശ്യങ്ങളാണ് ചിലർ അഹമ്മദാബാദ് വിമാന അപകടമാക്കി മാറ്റിയത്. 2023 നടന്ന വിമാന അപകടത്തിൽ യതി എയർലൈൻസ് ഫ്ലൈറ്റ് 691 തകർന്നു വീണത്. 72 പേരാണ് അന്ന് വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 72 പേരും മരണമടഞ്ഞു. വിമാനത്തിന്റെ തീ അണയ്ക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങളായിരുന്നു മറ്റൊന്ന്. എന്നാൽ അത് AI നിർമ്മിതങ്ങളായിരുന്നു. 2022 ജൂലൈയിൽ സൊമാലിയയിലെ മൊഗാദിഷുവിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ തലകീഴായി മറിഞ്ഞ ഫോക്കർ 50 വിമാനാപകടത്തിന്റെ ദൃശ്യവും ഈ അവസരത്തിൽ വ്യാപകമായി ദുരുപയോഗിക്കപ്പെട്ടു. 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് IX1344 കനത്ത മഴയിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനിടെ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെതെന്ന മട്ടിൽ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേരാണ് കോഴിക്കോട് നടന്ന ഈ അപകടത്തിൽ മരണമടഞ്ഞത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2010 മെയ് 22 ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 812 മംഗലാപുരം വിമാനത്താവളത്തിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് തെന്നിമാറി ഒരു പാറക്കെട്ടിൽ ഇടിച്ചു കയറി തീപിടിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഈ അപകടത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. 166 പേരിൽ 158 പേർ അന്ന് മരണമടഞ്ഞു. 2024 ഡിസംബർ 29 ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറന്ന എയർ ഫ്ലൈറ്റ് 7E2216 പക്ഷി ഇടിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് സമയത്ത് തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങളും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. 179 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് തൊട്ടു മുമ്പ് വിമാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യാത്രക്കാരൻ്റെ വീഡിയോയാണ് മറ്റൊന്ന്. നിറയെ യാത്രക്കാരുള്ള വിമാനത്തിലിരുന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് രംഗം. മറ്റ് യാത്രക്കാരെയും ഈ വീഡിയോയിൽ കാണാൻ കഴിയും. എയർ ഇന്ത്യയുടെ വിമാനമല്ല, ഇൻഡിഗോ എയർലൈൻസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അപകടങ്ങളും ദുരന്തങ്ങളും മനസ്സിനെ സ്പർശിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കഠിനമാണ് എന്നാണ് അതിനർത്ഥം. പക്ഷേ അപകടങ്ങളിൽപ്പെട്ടവരെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം കഠിനമാണ് എന്ന് മാത്രമല്ല, മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ അർഹതയില്ലാത്തവർ കൂടിയാണ് തങ്ങളെന്ന് അവർ സ്വയം തെളിയിക്കുന്നു. അഹമ്മദാബാദ് വിമാന അപകട ദുരന്തം എല്ലാവരെയും നടുക്കിക്കളയുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കാതെ ജാതീയമായ അധിക്ഷേപം നടത്തിയും മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതികരിച്ച രീതി മനുഷ്യത്വത്തെ തന്നെയാണ് അപമാനിച്ചത്. വിമാനാപകടത്തിൽ മരണമടഞ്ഞ മലയാളി നേഴ്സ് രഞ്ജിതയെക്കുറിച്ച് ജാതീയമായ അധിക്ഷേപം നടത്തിയ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ അക്കൂട്ടത്തിലൊരാളാണ്. ഇനി 30 വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ചില വിമാന അപകടങ്ങളിലേക്ക് ഒന്ന് പോകാം. 1996 നവംബർ 12 വൈകുന്നേരം 6:40 ഡൽഹിയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ ഹരിയാനയിലെ ചർക്കി ദാദ്രിക്ക് മുകളിൽ സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് 747 കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇല്യൂഷൻ IL 76 കൂട്ടിയിടിച്ച് 2 വിമാനങ്ങളിലുണ്ടായിരുന്ന 349 യാത്രക്കാരും മരിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിയിടിക്ക് 8 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടതായിരുന്നു സൗദി ബോയിങ്. കസാക്കിസ്ഥാൻ വിമാനമാകട്ടെ താഴേക്കിറങ്ങുകയും ഒരേ വിധാനത്തിലെത്തിയപ്പോൾ വിമാനങ്ങളുടെ ചിറകുകൾ തട്ടിയാണ് കൂട്ടിയിടി നടന്നതും വലിയ ദുരന്തമുണ്ടായതും. ഓഗസ്റ്റ് 7 മറ്റൊരു അപകടം. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിങ് 737-800 വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം റൺവേയിൽ നിന്ന് തെന്നിമാറി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. പൈലറ്റുമാരും 15 യാത്രക്കാരും മരണമടഞ്ഞു. വിമാനത്തിലെ 138 പേർക്ക് പരിക്കേറ്റു. 2010 മെയ് 22 മംഗലാപുരത്ത് നടന്ന വിമാനാപകടത്തിൽ മരണമടഞ്ഞത്
158 പേരായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737-800 വിമാനം മംഗലാപുരം റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ലോക്കലൈസർ ആന്റിനയിൽ ഇടിക്കുകയും വിമാനത്താവള വേലി തകർത്ത് മലയിടുക്കിലേക്ക് പതിക്കുകയുമായിരുന്നു. കത്തുന്ന വിമാനത്തിൽ നിന്ന് 8 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2000-ന് ശേഷമുള്ള വിമാന അപകടങ്ങളിൽ ലോകത്തിൽ തന്നെ 17ാമത്തെ വലിയ അപകടമായിരുന്നു അത്. 65 വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായത് 19 വിമാന അപകടങ്ങളാണെന്നാണ് കണക്ക്. വ്യത്യസ്ത അപകടങ്ങളിലായി 1449 പേർ മരണമടയുകയും ചെയ്തു. ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞവരിൽ മലയാളികൾക്ക് ഏറെ പരിചിതരായിരുന്ന 3 പേരുണ്ട്. 1976 ഒക്ടോബർ 12-ന് ബോംബെയിൽ നിന്ന് മദിരാശിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ കാരവൽ വിമാനം തകർന്നാണ് ചലച്ചിത്ര താരം റാണി ചന്ദ്ര മരണമടഞ്ഞത്. 2012-ലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് വെള്ളി നക്ഷത്രം എന്ന മലയാള സിനിമയിലും അമിതാഭ് ബച്ചനൊപ്പം പാ എന്ന സിനിമയിലും അഭിനയിച്ച ബാലതാരം താരുണി കൊല്ലപ്പെട്ടത്. കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയ നടിയായി മാറിയ സൗന്ദര്യയുടെ ജീവനെടുത്തത് 2004 ഏപ്രിൽ 17-ന് സംഭവിച്ച ഹെലികോപ്റ്റർ അപകടമായിരുന്നു. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പലതും പറയുമ്പോഴും ഇപ്പോഴും എന്താണ് വിമാനത്തിന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന കാര്യത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ല. പക്ഷി ഇടിച്ചത്, അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഭാരമുണ്ടായിരുന്നത്, സാങ്കേതിക തകരാർ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് തുടക്കം മുതൽ ഉയർന്നിട്ടുണ്ട്. വിമാനത്തിൽ നിന്ന് 2 ബ്ലാക്ക് ബോക്സുകളും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കണ്ടെത്തിയതോടെ വിമാനാപകടത്തിന് പിന്നിലെ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. നിലച്ചിരിക്കാത്ത നേരത്ത് മരണരഥത്തിൽ കയറി മാഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അന്ത്യാഞ്ജലി. പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവിൽ ജീവിതകാലം മുഴുവൻ അവരുടെ ഓർമ്മകളുമായി തീതിന് ജീവിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് നമുക്ക് ആശ്വസിപ്പിക്കാം. ഇത് അവരുടെ മാത്രം നഷ്ടമോ വേദനയോ അല്ല, നമ്മുടേത് കൂടിയാണ്.